അസ്സലാമു അലൈക്കും. നമുക്ക് പാൽക്കോവ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചു. അതിലേക്ക് ഗീ ഒഴിച്ചു കൊടുത്തു. നെയ്യ് ഉരുകുന്നിടം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇതിൽ യൂസ് ചെയ്യുന്നത് മൈദാമാവാണേ. അപ്പോൾ ഇതിൽ എണ്ണയൊന്നും നമ്മൾ ഒഴിക്കത്തില്ല. ഞാനിവിടെ 1 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ നെയ്യുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഈ മൈദാമാവൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഇതിപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആവശ്യം ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ടിത് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ നെയ്യാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. നമുക്കിത് മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്കൊരു ലൂസായിട്ടുള്ളൊരു പരുവത്ത് വേണം കിട്ടാൻ. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മൊത്തത്തിൽ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കളർ ചേഞ്ചൊക്കെ കണ്ടില്ലേ, ഈ ഒരു ചേഞ്ച് വരണം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് തണുക്കാൻ വെക്കണം. ജസ്റ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു ബൗളിൽ ഒരു ഫുള്ള് മൈദ. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമ്മൾ പണ്ടൊക്കെ കഴിച്ചിട്ടുള്ള ആണ്. അപ്പം നമുക്കിത് ഇങ്ങനെ തന്നെ ഫ്രൈ ഒക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിങ്ങനെ ഈ ഒരു പരുവത്തിൽ ആക്കി വെച്ചേക്കണം. അപ്പോൾ ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ഓളം തണുപ്പിച്ചതാണ് റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിനകത്ത് നമുക്ക് പഞ്ചസാരയും ഏലക്കയും കൂടെ ഞാൻ പൊടിച്ചു വെച്ചതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം പഞ്ചസാര മധുരം അനുസരിച്ച് മാത്രം ഇടാവും. ഞാനിവിടെ ആദ്യം കുറച്ച് പഞ്ചസാര മാത്രം യൂസ് ചെയ്തിട്ട് മധുരം നോക്കിയിട്ടാണ് പിന്നെയും പഞ്ചസാര ഇടുന്നത്. ഒരുപാട് മധുരമായി, കുറച്ച് മധുരം മുന്ത് നിൽക്കണം. എന്നാലും ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് ചിലർക്ക് ഇത് പിടിക്കത്തില്ല. ഇതിൻ്റെ കൂടെ ഞാൻ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. പാൽപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം പാൽപ്പൊടി ചേർത്താൽ മതി. ഇല്ലെങ്കിലും ഒരു ടേസ്റ്റ് വരും. പാൽപ്പൊടി ഉണ്ടെങ്കിൽ അതിൻ്റെയും കൂടി ഒരു ടേസ്റ്റ് വരും. ഇത് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചു കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് വെക്കണം. എല്ലായിടവും നമ്മുടെ ആ ഒരു പഞ്ചസാരയുടെ പൊടിയും ഏലക്കാട് ആ ഒരു ഇതും എല്ലാ മാവിൽ എല്ലാ സൈഡിലും എത്തണം. അപ്പം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പം ഞാനൊരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച ഒരു പാത്രമാണേ. അപ്പം നമുക്ക് ആ പാത്രത്തിലേക്ക് മാറ്റാം. നെയ്യ് പുരട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ എടുക്കുമ്പം ഇളകി വരത്തില്ല, എല്ലാം പൊടിഞ്ഞ് പോയിരിക്കും, നമുക്ക് എടുക്കാനും പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നെയ്യ് ഒന്ന് ജസ്റ്റ് ഒന്ന് പുരട്ടിയിട്ട് വേണം ഇത് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പം നമുക്കിതിങ്ങനെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഷേപ്പിലാണ്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. ഇങ്ങനത്തെ പാത്രം എടുക്കണമെന്നില്ല. ഇതൊരു ഷേപ്പ് വരാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ പാത്രം എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട്
നമുക്ക് എടുക്കാം. അരമണിക്കൂറോ 10 മിനിറ്റ് വെച്ചാലും മതി. ഞാനിതിവിടെ അരമണിക്കൂറാണ് വെച്ചത്. നമുക്കിങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. ചിലതൊക്കെ പൊടിഞ്ഞു പോകും, അത് കുഴപ്പമില്ല, നമുക്ക് പിന്നെയും കഴിക്കാവുന്നേ ഉള്ളൂ. നമ്മൾ സൂക്ഷിച്ച് കട്ട് ചെയ്യണം. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണേ. നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് കഴിച്ചിട്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.